പാർക്കിൻസൺസ് ഡിസീസ് പോലെയുള്ള ന്യൂറോ ഡീജനറേറ്റീവ് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നവരാണ് നമ്മൾ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കേസ് ഞാൻ പറയാം. 2016 17 മറ്റോ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ, കണ്ണൂരിൽ നിന്നുള്ള ഡോക്ടർ ബാലകൃഷ്ണൻ്റെ റെഫറൻസിൽ രജനി എന്ന് പറയുന്ന ഒരു മേഡം എൻ്റെ അടുത്ത് ഇവിടെ കൺസൾട്ടേഷന് വന്നിരുന്നു. അവരൊരു ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. അവരിവിടെ വരുമ്പോൾ അവർ ഒരു വോളണ്ടറി റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്തായിരുന്നു. കാരണം അവർക്ക് പല പ്രവൃത്തികളും സ്വയം ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു അത്. അതിനുശേഷം ഇവിടെ വരികയും നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും 21 ദിവസം ഒരു പഞ്ചകർമ്മ ഫിസിയോതെറാപ്പി പോലുള്ള ചികിത്സകൾ എടുക്കുകയും പോകുമ്പോൾ അവർ ആ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുന്നില്ല എന്നും തുടർന്ന് ജോലി ചെയ്യുകയാണ് എന്നുമുള്ള തീരുമാനം എടുത്തിട്ടാണ് അവർ ഇവിടുന്ന് പോയത്. ഇത്തരം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ജീവിതം തന്നെ അവസാനിച്ചു എന്ന് കരുതുന്നവരാണ് നമ്മളെല്ലാവരും. അത്തരത്തിലുള്ളവർ നിർബന്ധമായും കേട്ടിരിക്കേണ്ടതും കണ്ടിരിക്കേണ്ടതുമായ രജനി മേഡത്തിന്റെ വാക്കുകളാണ്. ഞാൻ രജനി CP, കണ്ണൂർ ജില്ലയിലെ കണ്ണൂര് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ഈ പാർക്കിൻസൺസ് എന്ന് പറഞ്ഞ അസുഖം ഒരു 2016 മുതലേ തുടങ്ങിയതാണ്. പക്ഷേ ഈ അസുഖം തുടങ്ങിയ സമയത്തൊന്നും നമുക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിട്ടില്ല. പിന്നെ എന്തോ ഒരു ഒക്കേഷന് എൻ്റെ ഫ്രണ്ട്സെല്ലാം എൻ്റെ വീട്ടിൽ വന്നേരാന്ന്, എന്താ രജനിക്ക് കഴുത്തിനൊരു ചെരിവ് എന്ന് പറഞ്ഞിട്ട് എന്തോ അസുഖമുണ്ട്, ഡോക്ടറെ കാണിക്കണം എന്ന് എന്നോട് പറഞ്ഞു. ആ സമയത്താണ് ഞാൻ ഇതിനെപ്പറ്റി, ഞാനും എൻ്റെ കുടുംബവും ഇതിനെപ്പറ്റി പിന്നെ നോക്കുന്നത്. അപ്പം നമ്മൾ പിന്നെ ഇത് ഇനി എവിടെയായി ഇനി ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളെല്ലാം ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് കണ്ണപുരത്ത് പോകാറുണ്ട്, ഒരു ബാലകൃഷ്ണൻ ഡോക്ടർ. അയാൾ പറഞ്ഞു, ഇങ്ങനെ പട്ടാമ്പി ഒരു ഹോസ്പിറ്റലുണ്ട്, അവരുടെ നമ്പർ ഞാൻ തരാം, നിങ്ങൾ അവിടെ പോയി നോക്കുക പറഞ്ഞു. പിന്നെ നമ്മൾ അന്ന് മുതൽ ഇവിടെ വന്ന് ഡോക്ടർ 2 മാസത്തേക്ക് മരുന്ന് തന്നു. അപ്പം 2 മാസം മരുന്ന് കഴിച്ചിട്ട് വിവരം പറയാൻ പറഞ്ഞു. പിന്നെ വിളിക്കുമ്പോൾ പറഞ്ഞു ഒരു 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനൂടെ കിടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 21 ദിവസം കിടത്തി ആയുർവേദ ചികിത്സകളെല്ലാം ചെയ്തു. പിന്നെ ഞാൻ 9 കൊല്ലമായിട്ട് ഇവിടെ കൊല്ലത്തിൽ 2 പ്രാവശ്യം, ഓരോ കൊല്ലം ഓരോ പ്രാവശ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഈ ആയുർവേദ ചികിത്സ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ അധികം ഇങ്ങനെ കിടപ്പിലാവാതെ ഇങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ വെറും അലോപ്പതി ചികിത്സയായാൽ ഇതിനൊരു വലിയ മാറ്റം കാണുന്നില്ല. അപ്പോൾ ഇത് നമ്മളെപ്പോലെയുള്ള രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ് ഈ ഹോസ്പിറ്റല്. പിന്നെ ഇതെല്ലാം തന്നെ എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഹോസ്പിറ്റലിനെ പറ്റിയൊരു നല്ല ഇത് തന്നെ, ഇവിടെ വരുന്ന ജനങ്ങൾക്കെല്ലാം അങ്ങനെ തന്നെയാണ് തോന്നുന്നത്.